വ്യാജ തൊഴിൽ റിക്രൂട്ട്മെന്റിനെ തുടർന്ന് യുവാക്കൾ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി. തിരുവനന്തപുരം 5 തെങ്ങ് സ്വദേശികളായ 5 യുവാക്കളാണ് കംബോഡിയയിലേക്ക് വിസിറ്റിംഗ് വിസയുമായി തൊഴിൽ തേടിപ്പോയത്. സൂപ്പർമാർക്കറ്റിലെ ജോലിക്കായി 2.5 ലക്ഷം രൂപ യുവാക്കൾ ഏജൻസിക്ക് നൽകിയതായും വീട്ടുകാർ പരാതിയിൽ പറയുന്നു. ജൂലൈ 3-ാം തീയതി കംബോഡിയയിലെത്തിയതായി വീട്ടുകാർക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നെങ്കിലും പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് യുവാക്കളുടെ അമ്മമാർ ജനം ടിവിയോട് പ്രതികരിച്ചു. ജനം എക്സ്ക്ലൂസീവ്. നിതിൻ, ബിൻസിലാൽ, സച്ചിൻ, ഷാൻ തഥയൂസ്, ജോയ്ജി ജോൺ എന്നീ യുവാക്കളാണ് കംബോഡിയയിലെ സൂപ്പർ മാർക്കറ്റിൽ ഉയർന്ന ശമ്പളം ലഭിക്കുമെന്ന വാഗ്ദാനത്തിൽ കഴിഞ്ഞ 30-ന് ടൂറിസ്റ്റ് വിസയിൽ മലേഷ്യയിലേക്ക് പോയത്. 2-ാം തീയതി കംബോഡിയയിലെത്തിയതായി സച്ചിൻ അമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയക്കുന്നു. പിന്നീട് 5 പേരുടെയും ശബ്ദങ്ങൾ ഈ അമ്മമാർ കേട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് മലേഷ്യയിലേക്ക് പോകണം. മലേഷ്യയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് അവർക്ക് വിസിറ്റിംഗ് വിസയും ടിക്കറ്റും കിട്ടി. അവരവിടെ നിന്ന് കംബോഡിയയിൽ ഇറങ്ങി. അവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്കവിടെ ഇറങ്ങിയെന്നും 4 മണിക്കൂറിലധികം അവരവിടെ പിടിച്ചിരുത്തിയിരുന്നെന്നും പിന്നെ അതിനെ പുറത്ത് പോയെന്നും അവിടെ കംബോഡിയയിലൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അവിടെ സ്റ്റേ ആണ്. അവരാൾ വന്ന് വിസ അടിക്കാൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ എമിഗ്രേഷനിൽ പോകണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഈ മക്കളെക്കുറിച്ച് ഒരറിവുമില്ല. 5 പേരും 2.5 ലക്ഷം രൂപ വീതം നാട്ടിലെ ഏജൻസിക്ക് നൽകി. കംബോഡിയയിലെത്തിയതിനു ശേഷം വിസ നൽകാമെന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. 70,000 രൂപ യുവാക്കളുടെ കൈവശമുണ്ടായിരുന്നു. വിസ അടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് 2 ലക്ഷം രൂപ വീതം ഈ 4 മക്കളെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപയും അവർ വാങ്ങിച്ച്. പിന്നെ അവിടുത്തെ $800, അപ്പോൾ ഇവിടുത്തെ 72,000 രൂപയിലധികം ഞങ്ങളെ മക്കളെ കയ്യിലും കൂടെ കൊടുത്ത് ഷോമണിയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അതും കൊടുത്താണ് ഞങ്ങൾ ഈ മക്കളെ വിട്ടത്. ഞങ്ങൾക്കിപ്പോൾ പൈസയില്ല, മക്കളും ഇല്ലാതായിരിക്കുന്നു. ഞങ്ങളെ മക്കളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ച് തരണം. ഉറങ്ങിയിട്ട് ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ദിവസങ്ങളായി. ഞാനൊരു ക്യാൻസർ രോഗിയും കൂടെയാണ്. 2 വർഷമായിട്ട് ക്യാൻസറിൻ്റെ ചികിത്സയിലാണ്. ഈ മക്കളാ മാത്രമേ ഞങ്ങൾ 5 പേർക്കും. കംബോഡിയയിലെത്തിയ യുവാക്കളുടെ പക്കൽ നിന്നും വിസയ്ക്കായി കയ്യിൽ കരുതിയിരുന്ന തുകയും ഏജൻസിയിൽ ഉൾപ്പെട്ടവർ വാങ്ങിയെന്ന് യുവാക്കൾ വീട്ടുകാരെ അറിയിച്ചിരുന്നു. അവിടുത്തെ 800 ബൗൺസുമാണ് വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളുടെ 2.5 ലക്ഷം രൂപയും 800 ബൗൺസും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കൊണ്ടാണ് അവനും പോണത്. ഇത് എനിക്ക് ദുബൈയിൽ നിന്ന് 2 വർഷത്തിന് മുന്നേ ദുബൈയിൽ നിന്നിട്ട് വയ്യാണ്ട് തിരിച്ചു വന്നതാണ്. ഇവിടെ നാട്ടിൽ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകും. അത് ചെയ്ത് നിന്നവനാണ്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ അവനും അതിലോട്ട് കൂട്ടുകാർ, ഇവർ 1-ാം ക്ലാസ് മുതലുള്ള കൂട്ടാണ്. ഈ കൂട്ട് +2 കഴിഞ്ഞിട്ടും അവർ വിട്ടിട്ടില്ല. അന്ന് മുതൽക്കുള്ള കൂട്ടാണ്. ഈ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നുള്ള ആ ഒരു ഇതായിരുന്നു. അവർക്ക് എല്ലാവർക്കും അവിടെ പോയി അവരെല്ലാവരും സെറ്റിലാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെയാണ് അവർ 5 പേര് ഇവിടെ നിന്ന് പോണത്. ഒത്തിരിയും സന്തോഷമായിരുന്നു. കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഒരു ജോലിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് അവർ 5 പേര് ഒരുമിച്ച് ഉണ്ടാകും എന്നുള്ള ആ ഒരു ആത്മധൈര്യത്തോടെയാണ് അവരിവിടെ നിന്ന് പോകുന്നത്. ഒത്തിരിയും എന്താ പറയാനറിയില്ല ഇനി എന്താണെന്നുള്ളത്. വിസ ലഭിക്കാത്തതിനെ തുടർന്ന് 5 പേരും കംബോഡിയയിലെ ക്യാമ്പിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് നാട്ടിലെ ഏജൻസിയിൽ നിന്നുമുള്ള അറിയിപ്പ്. കൊച്ചുങ്ങളെ നെറ്റും ഓഫുമാണ്. ഞങ്ങൾ മക്കളെ കൊണ്ടുവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്ന അവർ ഡീപോർട്ട് സെൻറ്ററിൽ അവിടെ ബ്ലാക്ക് ലിസ്റ്റിൽ പേര് വന്നവരെ കൂട്ടത്തിൽ ക്യാമ്പിലിട്ടൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. അവർക്കും അവരെ ബന്ധപ്പെടാനൊന്നും പറ്റുന്നില്ലെന്ന്. കംബോഡിയയിൽ ഉയർന്ന ശമ്പളത്തിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഈ 5 ചെറുപ്പക്കാരും വിദേശത്തേക്ക് പോകുന്നത്. 3-ാം തീയതി കംബോഡിയയിൽ എത്തിയെന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. അതിനുശേഷം ഇവരെപ്പറ്റി ഒരറിവുമില്ല. സമീപകാലങ്ങളിലായി തീരദേശ മേഖലയിലെ യുവാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണിത്. ഉയർന്ന ജോലി വാഗ്ദാനം നൽകി ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ഏജൻസികളൊന്നും അറിഞ്ഞ ഭാവവും നടിക്കുന്നില്ല. ഈ 5 അമ്മമാർക്കും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ അനുജ് ആനാവറിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.